രണ്ട് സിനിമകളെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ, മുത്തശ്ശനും അച്ഛനും ഞാനും കൂടി ആയിട്ടുള്ള. പക്ഷെ രണ്ടാണെങ്കിലും അതൊരു വളരെ അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യമായിട്ട്, വലിയൊരു എന്താ പറയാ, ഒരു അനുഗ്രഹമാണ്. ഏത് ജോണർ ഓഫ് മ്യൂസിക് ആണ് കൂടുതൽ താല്പര്യം പാടാൻ? എനിക്ക് പേഴ്സണലി ശരിക്കും എനിക്ക് മെലഡീസ് എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെലഡീസ് പാടാനാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. നങ്ങിലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പൂവണ്ടേ, ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ. പ്രോഗ്രാംസിന് പോകുന്നുണ്ട്, റെക്കോർഡിങ്സ് എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളില് ഇൻട്രസ്റ്റ് അല്ലേ ഞാൻ അങ്ങനെ? കരിയർ ഉപയോഗിച്ച് ഞാൻ എന്റെ മനസ്സിൽ വന്നിട്ടില്ല കരിയർ ആണ് ഇത് എന്നുള്ള. ഞാനൊരു ഹോബി, ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. ഒരു 2010 വരെ ഞാൻ ഏകദേശം ഒരു 2005 ഈ സിനിമ ഇറങ്ങുന്നത്, എന്റെ ഫസ്റ്റ് പാട്ട് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞൊരു 2010 വരെ, അതായത് എന്റെ കല്യാണത്തിന്റെ സമയം വരെ എല്ലാ വർഷവും ഒന്നോ രണ്ടോ സിനിമയിൽ വെച്ച് ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വളരെ കമേഴ്ഷ്യൽ ഭയങ്കര ഹിറ്റായിട്ട് എന്റെ പ്ലേ ബാക്ക് സിംഗിങ് കരിയറിൽ വന്ന ഒരു സിനിമ ഏറ്റവും കൂടുതൽ ഹിറ്റായത് മാളികപ്പുറമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ഇപ്പൊ പാട്ട് പാടി നമ്മുടെ കഴിവ് കണ്ട ഒരാൾ വിളിച്ചാലും ഉണ്ണിക്കുറുപ്പിന്റെ കൊച്ചുമോളല്ലേ, അപ്പൊ പിന്നെ ആ രീതിയിൽ ഇപ്പൊ എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഡയറക്ട്ലി അങ്ങനെ നമ്മളങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വരും. നമ്മളൊരു സിംഗർ ആണ്, ആ ഒരു ഇതില് ഒരു അംഗീകാരം വേണമല്ലോ. അപ്പൊ അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നാറുണ്ട്.